പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ഭഗവാൻ തൻ്റെ നഗരമായ ദ്വാരകയിലേക്ക് തിരിക്കുന്നതാണ്. ഇന്ന് 11-ാം അധ്യായമാണ്. അതിൽ ഭഗവാൻ ദ്വാരകയിലെത്തുന്നതും ദ്വാരകവാസികൾ എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേർന്ന് ഭഗവാനെ സ്വീകരിച്ച് ആനയിക്കുന്നതുമാണ്. ഇക്കാര്യം സൂതമഹർഷി ശൗനകാദികൾക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് ഈ അധ്യായം. അദ്ദേഹം പറഞ്ഞു, സമൃദ്ധവും മനോഹരവുമായ തൻ്റെ നഗരം എത്തിയപ്പോൾ ഭഗവാൻ തൻ്റെ അത്ഭുത ശംഖമായ പാഞ്ചജന്യമൂതി ദ്വാരകവാസികളെ തൻ്റെ ആഗമനത്തെക്കുറിച്ച് അറിയിച്ചു. ഈ ശംഖനാദത്തിൻ്റെ ധ്വനി കേൾക്കുവാൻ കാതോർത്തിരിക്കുകയായിരുന്നു ദ്വാരകാവാസികൾ. തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൻ്റെ ഭാവന ഭഗവാൻ മുൻകൂട്ടി കണ്ടറിഞ്ഞു എന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഭഗവാന്റെ കൈകളിൽ ഒതുങ്ങി ആ ചുണ്ടോട് ചേർന്ന് മുഴങ്ങിയ വെളുത്തു മുഴുത്ത ആ ശംഖ് ചുവന്ന താമര തണ്ടോട് ചേർന്ന് നീന്തിക്കളിക്കുന്ന ഒരു അരയന്നം പോലെ കാണപ്പെട്ടു. സംസാരഭയമില്ലാതാക്കുന്ന ആ ശംഖനാദം ശ്രവിച്ചതോടെ കൃഷ്ണൻ വന്നുവെന്നറിഞ്ഞ ദ്വാരകാവാസികൾ ഭഗവാനെ ഒരു നോക്കു കാണുവാനായി അവൻ്റെ അടുക്കിലേക്ക് ഓടി. സൂര്യന് മുന്നിൽ നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് പോലെ സർവാർത്ഥപ്രദായകനായ ഭഗവാന് മുന്നിൽ അവർ പ്രത്യേകം സമ്മാനങ്ങൾ കാഴ്ചവെച്ചു. അങ്ങനെ അവർ ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ഭഗവാനെ ആനയിച്ച് ദ്വാരകയിലേക്ക് സ്വാഗതം ചെയ്തു കൊണ്ടുപോയി. തുടർന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, ബ്രഹ്മാവും ഇന്ദ്രനും സനകാദി മുനികളുമൊക്കെ പൂജിക്കുന്നതാണ് അവിടുത്തെ ഈ പരമപാദം. മുമുക്ഷുക്കളെല്ലാം ഇച്ഛിക്കുന്ന പരമമായ ഗതിയാണങ്ങ്. അങ്ങ് കാലാതീതനായ ആ പരമ്പൊരുൾ തന്നെയാണ്. ഇവിടെ ജഗൽപതിയായ അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ഗുരുവും എല്ലാം. ആയതിനാൽ അങ്ങ് സർവദാ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. കാരണം അങ്ങയുടെ സാന്നിധ്യവും കാരുണ്യവും ഞങ്ങൾക്ക് സകലവിധ വിജയവും പ്രദാനം ചെയ്യുന്നു. അങ്ങയുടെ ഈ സാന്നിധ്യം ദേവന്മാർക്ക് പോലും ദുർലഭമാണ്. അത് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ ധന്യരാണ്, കൃതാർത്ഥരാണ്. സ്നിഗ്ധമായ ഈ പ്രേമസ്മിതം തൂകുന്ന അവിടുത്തെ തിരുമുഖം ഇന്നു മുതൽ ഞങ്ങൾക്ക് സ്വന്തമാണെന്നുള്ള ഈ സത്യം, അത് ഞങ്ങളുടെ പരമഭാഗ്യമാണ്. അങ്ങ് ഇവിടുന്ന് പോയതിൽ പിന്നെ അങ്ങില്ലാതിരുന്ന ഓരോ ദിവസവും ഞങ്ങൾക്ക് യുഗങ്ങൾ പോലെയായിരുന്നു. അങ്ങ് ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയം സൂര്യനില്ലാതെ നയനങ്ങൾ നിഷ്പ്രഭമാകുന്നത് പോലെ ഞങ്ങളുടെ കണ്ണുകൾക്ക് പിന്നെ യാതൊരു ഉപയോഗവും ഇല്ലായിരുന്നു. ഇങ്ങനെ പലതും പറഞ്ഞ് അവർ ഭഗവാനെ വാഴ്ത്തുകയാണ്.
അപ്പോൾ സൂതൻ പറയുകയാണ്, ദ്വാരകവാസികളുടെ ഈ പ്രാർത്ഥന കേട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു. പിന്നെ അവരോടൊപ്പം ഭഗവാൻ ദ്വാരകയിലേക്ക് നടന്നു. ഭോഗവതി എന്ന നാഗലോകം നാഗങ്ങൾ കാക്കുന്നത് പോലെ ഭഗവാനെ പോലെ ശക്തരായ മധു, അർഹൻ, കുക്കുരൻ മുതലായവർ ചേർന്ന് ദ്വാരകയും കാത്തുരക്ഷിക്കുകയായിരുന്നു. ദ്വാരകാപുരി ആശ്രമങ്ങൾ കൊണ്ടും കായികനിത്തോട്ടങ്ങൾ കൊണ്ടും പൂന്തോട്ടങ്ങൾ കൊണ്ടും താമരകൾ നിറഞ്ഞ ജലാശയങ്ങൾ കൊണ്ടും ഐശ്വര്യവതിയാണ്. ഗോപുരങ്ങളും കവാടങ്ങളും വഴികളുമെല്ലാം കൗതുകകരമായി തോരണങ്ങൾ, ചിത്രങ്ങൾ, കൊടികൾ തുടങ്ങിയവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഭഗവാന്റെ കീർത്തി അവിടെയൊക്കെ ആലേഖനം ചെയ്തു വച്ചിരിക്കുകയാണ്. ഗൃഹകവാടങ്ങൾ തോറും തൈര്, മുറിക്കാത്ത പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, പൂർണ്ണകുംഭം മുതലായ പൂജാസാമഗ്രികൾ എന്നിവകൾ നിരത്തിവച്ചു. ദ്വാരകാധാമത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭഗവാന്റെ തിരിച്ചുവരവിലുള്ള ആഹ്ലാദാതിരേകത്താൽ സ്വയം മറന്ന് വസുദേവർ, അക്രൂരൻ, ഉഗ്രസേനൻ, ബലരാമൻ, പ്രദ്യുമ്നൻ, ചാരുദേഷ്ണൻ മുതലായ ബന്ധുക്കൾ ഊണും ഉറക്കവും ഇരിപ്പു കിടപ്പുമെല്ലാം ഉപേക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. രഥത്തിലിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് അവർ ബ്രാഹ്മണരുമായി ഓടിയെത്തി. ശംഖുകളും തുര്യങ്ങളും വിളിച്ച് വേദമന്ത്രഘോഷങ്ങളോടെ ഭഗവാനെ അവർ എതിരേറ്റു. വാരണേന്ദ്രന്മാർ അകമ്പടി സേവിച്ചു. നൂറുകണക്കിന് വാരാമുഖികൾ കൃഷ്ണനെ ഒരു നോക്ക് കാണുവാനായി അവിടേക്ക് ഓടിയെത്തി. നാടക നടന്മാരും നർത്തകരും ഗായക ഗന്ധർവ സംഘങ്ങളും ഉത്തമശ്ലോകന്റെ അത്ഭുത ചരിതത്തെ കീർത്തിച്ചു. തന്നെ എതിരേൽക്കാനെത്തിയ ഓരോ ബന്ധുക്കളെയും ദ്വാരകയിലെ ഓരോ പൗരന്മാരെയും സമീപിച്ച് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഉച്ചനീചത്വങ്ങളില്ലാതെ യഥാവിധം ഓരോ വ്യക്തികളെയും കൃഷ്ണൻ മാറൂടണച്ചും കരസ്പർശത്താലും തലകുനിച്ച് വന്ദിച്ചും പുഞ്ചിരി നിറഞ്ഞ നോട്ടം കൊണ്ടും ആശ്വാസവാക്കുകളാലും വേണ്ടുന്ന വരങ്ങൾ നൽകിയും അഭിവാദനം ചെയ്ത് അനുഗ്രഹിച്ചു. പത്നി സമേതരായ ഗുരുക്കന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും ഒപ്പം ജയജയഘോഷങ്ങളോടെ ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. രാജവീഥിയിലൂടെ ഭഗവാൻ അകത്തേക്ക് കടക്കുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള ഭവനങ്ങളിലെ കുലസ്ത്രീകൾ വെളിയിൽ വന്ന് കൃഷ്ണന്റെ ദർശനപുണ്യം നേടി. അതിലുള്ള ആനന്ദം അവർക്ക് ഒരു മഹോത്സവമായിരുന്നു. ഭഗവാനെ അവർ ആദ്യമായിട്ട് കാണുന്നതൊന്നുമല്ലെങ്കിൽ കൂടി ആ മോഹനാംഗത്തെ ദർശിച്ച് അവർക്ക് മതിവരാതെയായി. ഭഗവത് തിരുമുഖം കാരുണ്യം തുളുമ്പുന്ന ഒരു പാനപാത്രമാണ്. ആ തൃക്കൈകളാണ് ലോകപാലകന്മാർക്കുള്ള ഏക ആശ്രയം. ആ തിരുചരണാംബുജം ഭക്തന്മാർക്കുള്ള അഭയസ്ഥാനവുമാണ്. പുഷ്പം വിരിച്ച രാജവീഥിയിലൂടെ ഭഗവാൻ സഞ്ചരിച്ചു. ഭക്തന്മാർ വെൺകൊറ്റക്കുട ചൂടിയും വെഞ്ചാമരം വീശിയും കൃഷ്ണന് ഉഷ്ണമകറ്റി. മഞ്ഞപ്പട്ടണിഞ്ഞ് വനമാലയും ചാർത്തി വരുന്ന കൃഷ്ണനെ കണ്ടാൽ സൂര്യചന്ദ്രന്മാരും ഇടിമിന്നൽ ചേർന്ന് വലം ചെയ്ത് നിൽക്കുന്ന ഒരു കാർമേഘ ശകലത്തെ പോലെ തോന്നി. ദ്വാരകയിലെത്തിയ കൃഷ്ണൻ ആദ്യം സന്ദർശിച്ചത് തൻ്റെ അച്ഛൻ്റെ ഗൃഹത്തിലാണ്. മാതാവ് ദേവകിയെ ഹൃദയത്തോട് ചേർത്തണച്ചു. അവിടെയുണ്ടായിരുന്ന മറ്റുള്ള മാതാക്കളെയും ഭഗവാൻ ശിരസ നമിച്ചു. ആ അമ്മമാർ ഭഗവാനെ മടിയിലിരുത്തി ലാളിച്ചു. അവരുടെ നെഞ്ചിലൂടെ വാത്സല്യമാകുന്ന അമൃതം നിറഞ്ഞൊഴുകി. അവരുടെ നേത്രാമ്പ് തുള്ളികളാൽ ഭഗവാന്റെ ശരീരം നനഞ്ഞു. അതിനുശേഷം ഭഗവാൻ തൻ്റെ 16,000-ൽ പരം പത്നിമാർ താമസിക്കുന്ന എല്ലാ തരത്തിലും ഉത്തമമായ സ്വന്തം ഭവനത്തിലേക്ക് നടന്നു. ഹസ്തിനപുരത്തിൽ നിന്നും ഏറെക്കാലത്തിന് ശേഷം മടങ്ങി വന്ന തങ്ങളുടെ പതിയെ കണ്ടതും ഭഗവാന്റെ ഭാര്യമാർ ഭഗവത് ചിന്തയിൽ നിന്നും ഉണർന്ന് ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഹൃദയം കവിഞ്ഞൊഴുകിയ പ്രേമോത്സവത്തോടുകൂടി വ്രീഢാലോചനകളായി അവർ ഭഗവാന്റെ അടുക്കിലേക്ക് മന്ദം മന്ദം നടന്നെടുത്തു. റാണിമാർ തങ്ങളുടെ മക്കളെ അവരുടെ പിതാവിൻ്റെ അടുത്തേക്ക് അയച്ചു. ഭഗവാൻ അവരെ ഗാഠമായി പുണർന്നു. അതിലൂടെ ആ പത്നിമാർ നേത്രവീചികളാൽ അന്തരാത്മാവിൽ ഭഗവാനെ ആലിംഗനം ചെയ്തു. അലയോ ഋഷികളെ! പരിശുദ്ധ പ്രേമത്താൽ കണ്ണുനീർ അവരുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി. സദാ കൃഷ്ണൻ അവരെ തൊട്ടുനിന്നിരുന്നുവെങ്കിലും ആ നാരായണൻ ഏകനായി നിലകൊണ്ടു. ഭഗവാന്റെ കാലിണ അവർക്ക് നാൾതോറും നവമായ അനുഭൂതികളെ പ്രദാനം ചെയ്തു. ശ്രീ പോലും ഒരിക്കലും വിട്ടുപിരിയാത്ത ആ അടിമലരുകൾ ഒരിക്കൽ അഭയസ്ഥാനമായാൽ പിന്നെ ആർക്ക് എങ്ങനെ അവ ത്യജിക്കാൻ കഴിയും? നിരായുധനായിരുന്നു കൊണ്ട് യുദ്ധത്തിൽ പങ്കുചേരാതെ അക്ഷൗഹിണികളാൽ കരുത്തുറ്റ നിരവധി ദുഷ്ടരാജാക്കന്മാരെ ഇല്ലാതാക്കി ഭൂഭാരം തീർത്തതിൽ ഭഗവാന് സംതൃപ്തി തോന്നി.
വായു മുളകളെ തമ്മിൽ ഉരസിപ്പിച്ച് തീയുണ്ടാക്കുന്നത് പോലെ കൃഷ്ണൻ മഹാഭാരതത്തിന് ഹേതുക്കളുണ്ടാക്കി. അവൻ തൻ്റെ മായയാൽ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് നിർമ്മല നാരികളോട് ചേർന്ന് ഒരു ലൗകികനെ പോലെ ജീവിച്ചു. അവരുടെ കറയറ്റ കടക്കണ്ണിൻ്റെ കൂരമ്പുകളും കള്ളച്ചിരിയുമൊക്കെ കണ്ടും കേട്ടും ഒരു കാമദേവനെപ്പോലെ അവൻ വർത്തിച്ചു. മഹാവൈരാഗിയായ ശിവൻ പോലും മോഹിച്ചുപോയ ആ കുഹകങ്ങളിലൊന്നും പെടാതെ ഭഗവാൻ നിസ്പൃഹനായി നിന്നു. സാധാരണക്കാർ അജ്ഞാനത്താൽ ഇവനെ വിഷയങ്ങളിൽ ആസക്തനായി ലൗകിക സുഖങ്ങളിൽ തങ്ങളെപ്പോലെ രതിയുള്ളവനായി കാണുന്നു. ഈശ്വരൻ അങ്ങനെയാണ്. സകലതിനും അകവും പുറവും തൊട്ട് നിറഞ്ഞു കുടികൊള്ളുമ്പോഴും അവൻ ത്രിഗുണാതീതനായിരിക്കുന്നു. ഇതുപോലെ അവൻ്റെ താമരപാദങ്ങളിൽ ശരണം പ്രാപിച്ചിട്ടുള്ള ഏതൊരു ജീവനും സകല കർമ്മങ്ങളും നിസ്സംഗനായി ചെയ്തു തീർക്കുന്നു. ഈ സ്ത്രീകളിൽ ചിലർ കരുതുന്നു തങ്ങളുടെ ഭർത്താവായ കൃഷ്ണൻ അവർക്ക് വശംഗതനായി ജീവിക്കുന്നുവെന്ന്. കാരണം മന്ദമതികളായ മനുഷ്യരെ പോലെ അവർ ഭഗവാന്റെ അതിരറ്റ മഹിമയെ അറിയുന്നില്ല. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 11-ാം അധ്യായം സമാപിച്ചു. ഹരിഹി ഓം.